ഭദ്രം കർണേഭിഃ ശൃണുയാമ ദേവാഃ ഭദ്രം പശ്യേമാക്ഷഭിർയജത്രാഃ സ്ഥിരൈരംഗൈസ്തുഷ്ടുവാഗം സസ്തനൂഭിഃ വിഷേമ ദേവഹിതം യദായുഃ സ്വസ്തി നോ ഇന്ദ്രോ വൃദ്ധശ്രവാഃ സ്വസ്തി ന പൂഷാ വിശ്വവേദോ. ഓം ശാന്തി. നമുക്കെല്ലാവർക്കും വേണ്ടി ശ്രീ മഹേന്ദ്രൻ പനങ്ങാട് അദ്ദേഹത്തിനെ ആദരിക്കുന്നു. അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുസാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഉപജായതേ സംഗാത് സംജായതേ കാമഃ കാമാത് ക്രോധാത് സമ്മോഹാത് സ്മൃതിവിഭ്രമ സ്മൃതിഭ്രംശാത് ബുദ്ധിം പ്രണശ്യതി ബുദ്ധിനാശാൽ പ്രണശ്യ. ഒരു സംശയം വേണ്ട, അത് നമുക്ക് സംഭരിക്കാൻ സാധിക്കും. അത് ഏറ്റവും പെർഫെക്റ്റ് ആയി സ്ഫുടമായി ഒരക്ഷരം പോലും നഷ്ടപ്പെടാതായിരിക്കണം.
അവിടെ മന്ത്രം ജപിക്കേണ്ടത്, പ്രത്യേകിച്ചും അഷ്ടനാഗങ്ങൾക്ക്. അത് ആ ക്ഷേത്രത്തെ ശരിക്കും ബാധിക്കുകയും ചെയ്യും. ഇപ്പൊ ഓം നമ ശിവായ, ഇത് പഞ്ചാക്ഷരി മന്ത്രം. ആ മാ ഇല്ലാതെ ആ മന്ത്രം ജപിച്ചാൽ നമ്മുടെ ചിന്തകളും വളരെ പവിത്രമാണെങ്കിൽ കുട്ടികൾ അതേ വഴിയെ പിന്തുടരും. ഒരു സംശയമില്ല. നമ്മൾ നെഗറ്റീവായ കുട്ടി, തീർച്ചയായിട്ടും ആ കുട്ടികൾ നമ്മളെ തട്ടിയുരുമി ഒരു സംസ്കാര സമ്പന്നരായിട്ടുള്ള കുട്ടികളായിട്ട് അവർ മാറും. അദ്ദേഹം ഈ ബോംബെയിൽ എങ്ങനെ സഞ്ചരിക്കുമ്പോൾ ഒരു ഗ്രാമത്തിൽ ചെന്നപ്പോ അവിടെ കടകളൊക്കെ തുറന്നു വെച്ചിട്ടുണ്ട്. എങ്ങനെ ദൃഢമാക്കാന്നുള്ളതിന്റെ ചിന്തയാണ്. ചിക്കാഗോയിൽ പോയി അദ്ദേഹം വളരെ ഗംഭീരമായ പ്രസംഗം നടത്തി കഴിഞ്ഞപ്പോ അവിടെ ഉള്ളവർ പറഞ്ഞു, സ്വാമി ഇവിടുന്ന് ഭാരതീയ സംസ്കാരം. സ്വാമി പറഞ്ഞു, ഓക്കെ, ഞാൻ പോകുന്നില്ല. അങ്ങനെ സ്വാമി ഗ്രാമങ്ങളിൽ കയറുന്നു. ഇതേപോലെയുള്ള ചെറിയ ചെറിയ ഗ്രാമസഭകൾ അവിടെ. നമുക്കെല്ലാവർക്കും വളരെ നമുക്ക് കൊടുക്കാം. അതോടൊപ്പം വേദിയിലേക്ക് ശ്രീ കിഴക്കൂട്ട നാരായണനെയും നിവേദിനെയും തുടർന്ന് ആചാര്യന ഞങ്ങളുടെ എല്ലാവരുടെയും സ്നേഹം. അഷ്ടനാഗ പ്രതിഷ്ഠയുള്ള ക്ഷേത്രം തൃശ്ശൂർ ജില്ലയിൽ തന്നെ വളരെ അപൂർവമായിട്ടുള്ള ഒരു കാര്യമാണ്. അതിൽ തന്നെ ഈ ക്ഷേത്രത്തിൻ്റെ പ്രാധാന്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പൂർവികമായിട്ട് മറ്റൊരു മനയിൽ സ്ഥിതി ചെയ്തിരുന്നത് പിന്നീട് അന്നത്തെ ആൾക്കാർ അത് ഇപ്പോൾ ഈ സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് കൊണ്ടുവന്ന് പ്രതിഷ്ഠിക്കുകയും ആരാധിക്കുകയൊക്കെ ചെയ്തിട്ട് അതൊരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ടൊരു കുടുംബജനങ്ങൾ ആരാധിച്ചിരുന്നത് പിന്നീട് പബ്ലിക്കിനായിട്ട്, നാട്ടുകാർക്കായിട്ട് വിട്ടുകൊടുക്കുകയും അതിനുശേഷം വിശദമായ രീതിയിലുള്ള പൂജകളിലൂടെയും കർമ്മങ്ങളിലൂടെയൊക്കെ ഇന്ന് കാണുന്ന ഈ വളർച്ചയിലെത്തിയതാണ് ഈ അഷ്ടനാഗ ക്ഷേത്രം. അതിൽ തന്നെ മനോഹരമായിട്ടുള്ള രീതിയിലുള്ള ഒരു കാവും ആ പ്രദേശത്ത് എത്തുമ്പോൾ തന്നെ ഒരു പൗരാണികത തോന്നാവുന്ന തരത്തിലുള്ള ഒരു കാവും, ആ കാവില് കുടികൊള്ളുന്ന നാഗദേവതകളുടെ അനുഗ്രഹം എല്ലാ ഭക്തജനങ്ങൾക്കും ലഭിക്കുമാറുള്ള രീതിയിലുള്ള ഒരു ദർശന സൗഭാഗ്യത്തോടു കൂടിയിട്ടാണ് ഈ ക്ഷേത്രം ഇന്ന് നിലനിൽക്കുന്നത്. അതിൽ തന്നെ ഇനിയുള്ള കാലങ്ങളിൽ ആ കാവിൻ്റെ ഉള്ളിൽ കുടികൊള്ളുന്ന രക്തേശ്വരിയെ പുറത്തേക്ക് പ്രതിഷ്ഠിച്ച് കുറച്ചും കൂടെ ഭംഗിയായ രീതിയിൽ ആരാധനാ സമ്പ്രദായങ്ങളൊക്കെ മാറ്റുവാനാണ് ഭാവി പരിപാടികൾ. ഇവിടെ എത്തുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും അവരുടെ നിത്യമായ ജീവിതത്തിൽ ഉണ്ടാകുന്ന സർവ്വദോഷങ്ങൾക്കും ഏറ്റവും നല്ല പരിഹാരമായിട്ടാണ് ഓരോ ഭക്തജനങ്ങളും പറയാറ്. ഒരു അനുഭവം തന്നെ അവർക്ക് ഇവിടെ വരുന്നത് കൊണ്ട് ശാന്തിയും സമാധാനവും നിത്യമായ ജീവിതത്തിൽ ഉണ്ടാകുന്ന കുറെ ക്ലേശങ്ങളൊക്കെ ഒഴിഞ്ഞതും ഒക്കെ ആയിട്ട് ഒരുപാട് ഭക്തജനങ്ങൾ പറയാറുണ്ട്. അത്തരം മഹത്തരമായിട്ടുള്ള ഈ ഒരു ക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാദിന മഹോത്സവം എല്ലാ വർഷവും വിപുലമായ രീതിയിൽ ഞങ്ങൾ ഇവിടെ സംഘടിപ്പിക്കാറുണ്ട്. അനവധി ഭക്തജനങ്ങളും അതിനോടനുബന്ധമായിട്ട് ക്ഷേത്രത്തിൽ എത്താറുണ്ട്.
വേദിയിലേക്ക് വരിക. അനുഗ്രഹം എന്നതാകട്ടെ പ്രാർത്ഥിച്ചുകൊണ്ട് വേദിയിലേക്ക് വലിയ ഉപഹാരം സ്വീകരിക്കുന്നതിന് ദാനം ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നല്ലൊരു കയ്യിൽ കൊടുക്കണം. നമസ്കാരം, എൻ്റെ പേര് രാം മോഹൻ ചീരാർ. ഞാൻ ഇവിടുത്തെ ഈ അമ്പലം, ഈ ക്ഷേത്രം നമ്മുടെ പറമ്പിന്റെ ഒരു ഭാഗമായിരുന്നു. അത് എൻ്റെ അച്ഛനും അമ്മയും 1952 ഇത് വാങ്ങിച്ചത്. അതിനുശേഷം ഈ ക്ഷേത്രം ഉൾപ്പെടെയുള്ള 30-30 ഏക്കർ ഉണ്ടായിരുന്നു. അതിനുശേഷം ഒരു 15 ഏക്കർ മിച്ചഭൂമി പോയി. പിന്നെ 1999
നമ്മളൊരു പൊതുക്ഷേത്രമായിട്ട് എൻ്റെ അമ്മയുടെ നേതൃത്വത്തിൽ ഒരു പൊതുക്ഷേത്രമായിട്ട് മാറ്റി ഇവിടുത്തെ നാട്ടുകാർക്ക് സമർപ്പിച്ചു. അതിനുശേഷം ഇവിടെ നിരന്തരം എല്ലാ കൊല്ലവും പ്രതിഷ്ഠാദിനം നടക്കുന്നുണ്ട്. ഇവിടെ തൊട്ടടുത്ത ഇല്ലത്താണ് വന്ന് ചെയ്യാനുള്ളതൊക്കെ അവർക്കാണ് ഇതിന്റെ അവകാശം. പക്ഷെ അവിടെ ആരും വരാനില്ല. അതുകൊണ്ട് ഗുരുവായൂർ ദക്ഷിണശാന്തിയായ കേശവൻ നമ്പൂതിരിയും അവരുടെ ടീമാണ് എല്ലാ കൊല്ലവും ഈ കാര്യങ്ങളൊക്കെ നിർവഹിക്കുന്നത്. ഇപ്പോ ഈ ക്ഷേത്രം വളരെ പുരാതനമായിട്ടുള്ള ക്ഷേത്രമാണ്. എത്ര പാട്ട് ആർക്കും അറിഞ്ഞുകൂടാ. വളരെ പഴയതാണ്. ഈ ഗുരുവായൂർ ദേവസ്വം ഭൂമിയാണ് ശരിക്കും ദേവസ്വം കളം അറിയപ്പെടുക. പൊറക്കളങ്ങാട് ദേശത്താണത്. പൊറക്കളങ്ങാട് കാണിപ്പേർ ദേശം അതിന്റെ അടുത്തായിട്ട് വരും. അപ്പോ ഇവിടത്തേക്ക് പുതു ആൾക്കാരൊന്നും വന്നിരുന്നില്ല. 1999 ശേഷമാണ് ഇതൊരു പൊതു അമ്പലമായിട്ട് മാറ്റി നാട്ടുകാർക്ക് എല്ലാവർക്കും സമർപ്പിച്ച് എല്ലാവരും പങ്കുകൊണ്ട് ഇപ്പോ ഇവിടുത്തെ ചെറുപ്പക്കാർ വളരെ ഉഷാറായിട്ട് വളരെ നല്ല നിലയ്ക്ക് കൊണ്ടു നടക്കുന്നുണ്ട്. ഇവിടെ അഷ്ടനാഗങ്ങളാണ്. കുറക്കാലം തെറ്റിദ്ധരിച്ചിരുന്നു. മണികണ്ഠ ക്ഷേത്രം വിചാരിക്കുമ്പോ ഇത് പറയുമ്പോ ഒരു അയ്യപ്പന്റെ ക്ഷേത്രമാണ്. പിന്നീട് മനസ്സിലായത് അല്ല, ഇതൊരു അഷ്ടനാഗത്തിന്റെ ക്ഷേത്രമാണ്. കൂടാതെ രക്തേശ്വരി ഉണ്ട് ഇവിടെ. അപ്പൊ രക്തേശ്വരിക്ക് ഒരു അമ്പലം പണിയണമെന്നുണ്ട്. ഒരു പ്രശ്നം വെച്ച് നോക്കിയപ്പോ ഇവിടെ അത് പറയണ്ടായി. അപ്പോ അത് നടത്തുന്നുണ്ട്. ബാക്കി കാര്യങ്ങളൊക്കെ ഇവിടുത്തെ ഗുരുതിയും ഇവിടുത്തെ മാസപൂജയും ഒക്കെ മുറയ്ക്ക് നടക്കുന്നുണ്ട്, ശരിക്കും നടക്കുന്നുണ്ട്. പല ആൾക്കാർ പുറമേ നിന്ന് വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ കുറച്ച് ഇമ്പ്രൂവ്മെന്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്, അതിന്റെ ആവശ്യമുണ്ട്. എന്നാലേ കൂടുതൽ ആൾക്കാർക്ക് വന്നിവിടെ തൊഴാനും ഇത് പറ്റുള്ളൂ. ഭഗവാനെ സംരക്ഷിക്കുക. നമ്മുടെയൊക്കെ വിചാരം ഭഗവാനാണ് നമ്മളെ സംരക്ഷിക്കുക. നമുക്ക് തിരിച്ചും ഉത്തരവാദിത്തം ഉണ്ട് ഭഗവാനോട്. എന്നുവെച്ചാൽ നമ്മൾ അച്ഛനും അമ്മയും ഗംഭീരമായിട്ട് വളർത്തി വലുതാക്കി. ആ മോൻ അച്ഛനും അമ്മേനെ വയസ്സായ കാലത്ത് നോക്കുന്നുണ്ടെങ്കിൽ മോൻ അച്ഛനേക്കാളും അമ്മയെക്കാളും വലുതാവണോ? ശ്രീരാമസ്വാമി കൊണ്ടുവന്ന എപ്പോഴാണോ അനന്തൻ ഭഗവാന്റെ പുറകിൽ വന്ന് കൊടയായിട്ട് നിൽക്കുന്ന ആ ശ്ലോകം അവർക്ക് പറയും, ശ്രീരാമരാമ്യം രാമനാമ വരാനാണ്. എന്തുകൊണ്ട് അവിടെ ഒരു രാമ എന്ന് പറഞ്ഞ പോലെ, 2 രാമ എന്ന് പറഞ്ഞ പോലെ, എന്തുകൊണ്ട് അല്ലെങ്കിൽ എന്തുകൊണ്ട് 4 രാമ എന്ന് പറഞ്ഞില്ല? ഇതെനിക്കും അറിയാത്ത സൂത്രമായിരുന്നു. ഞാൻ കവിയാതെ പോയപ്പോ ഞാൻ തമിഴ്നാട്ടിയുടെ അബദ്ധവശാൽ പറഞ്ഞു. ഞാൻ ഇന്ന് രാവിലെ കുറച്ച് താമസിക്കാൻ കാരണം പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിങ്ങൾക്കറിയാം എല്ലാ ദിവസവും വിഷ്ണു സഹസ്രനാമ അർച്ചന. നിങ്ങൾ ക്യൂ വെക്കുമ്പോൾ അവിടെ ഒരു 4 കെട്ട് പോലത്തെ സ്ഥലത്ത് വരുന്ന ആൾക്കാർ ഇങ്ങനെ ചൊല്ലുന്നേക്കാം. ആ സമയത്തേക്ക് അകത്തേക്ക് വിടില്ല. ഇങ്ങനെ അത് കാരണമാണ് ലേറ്റ് ആയത്. തമ്പുരാനോട് പറഞ്ഞപ്പോ തമ്പുരാനോട് ചോദിച്ചു, യാസ്മി 3 രാമ എന്തിനാണ് ഉപയോഗിക്കുന്നത്? പലപ്പോഴും ഒരു വിശ്വാസമാണ്, നിങ്ങൾ തന്നെ പല ഇന്റർപ്രിട്ടേഷനുകൾ കേട്ടിട്ടുണ്ടാവും. മഹാദേവൻ ഉപാസിക്കുന്ന മന്ത്രമാണ് ഏത്? രാമനാമം പറയാറുണ്ട്. അത് ശ്രീരാമൻ എന്നുള്ള വ്യംഗ്യം എടുക്കരുത് കേട്ടോ. അതാണ് ഞാൻ പറഞ്ഞു. ഈ എന്തുകൊണ്ട് 3 തവണ രാമ എന്ന ശബ്ദം പ്രയോഗിച്ചു എന്നുള്ളതിന് ഉത്തരം എനിക്കറിയില്ല. നമ്മൾ സമയമുണ്ട്. ഇപ്പൊ തമിഴ്നാട്ടിൽ ചോദിച്ചാൽ എന്തുകൊണ്ട് 1 ആക്കി സമയം കുറച്ചില്ല, അല്ലെങ്കിൽ 4 ആക്കിയിട്ട് സമയം കൂട്ടിയില്ല? ഒറ്റ ഉത്തരവേ ഉള്ളൂ അതിന്. നമ്മളൊക്കെ നാരായണീയം വായിക്കൂല. നാരായണീയം വായിക്കുന്ന സമയത്ത് നാരായണീയം അവസാനിപ്പിക്കുന്ന ഒന്നാണ്, ഒരു വാചകമാണ്, ആയുരാരോഗ്യ സൗഖ്യം. എളുപ്പത്തിൽ എഴുതി അവസാനിപ്പിച്ചു. ഈ ആയുരാരോഗ്യ സൗഖ്യം ഒരു കലിസംഖ്യയാണെന്ന് പറയാം. അത് എന്നാണോ എഴുതി അവസാനിപ്പിച്ചത് ആ തീയതിയാണ് പറയുന്നത്. വ്യാഖ്യാനിക്കാൻ പറ്റുന്ന പണ്ഡിതരുണ്ട്. ആ വാക്കിൽ നിന്ന് ആ ഡേറ്റ് കിട്ടും. ഏത് ദിവസമാണോ എഴുതി അവസാനിപ്പിച്ചത് ആ ഡേറ്റ് കിട്ടും. എളുപ്പത്തിൽ എല്ലാത്തിലും അങ്ങനെ ചെയ്യാറുണ്ടെന്ന് പറയാം. പിന്നെ പറഞ്ഞു വന്നത്, ഈ രാമ എന്ന ഈ ഒരു ശബ്ദത്തിൽ നിന്നും അങ്ങനെ ഒരു അക്കം എടുക്കാൻ പറ്റും. അതിനെ വിളിക്കുക കടമയാത്ര സമ്പ്രദായം എന്നാണ്. മലയാളത്തില് ഓരോ വാക്കുകൾക്കും തത്തുല്യമായിട്ടുള്ള അക്കങ്ങളുണ്ട്. ആ അക്കങ്ങൾ എടുത്തിട്ട് അതിൽ ഉപയോഗിക്കുക. അങ്ങനെ ആയുരാരോഗ്യ സൗഖ്യം എടുത്താൽ ഒരു തീയതി കിട്ടുന്നുണ്ടെങ്കിൽ രാമ എന്ന ശബ്ദം എടുക്കാൻ അതിന്റെ കടമയാതി സമ്പ്രദായ പ്രകാരം വരുന്ന മൂല്യം എത്ര? 10. അപ്പൊ നിങ്ങൾ ശ്രീരാമ രാമ രാമേതി എന്ന് പറയുമ്പോ 10 × 10 × 10 10 × 10 100 100 × 10 1000 സഹസ്രനാമ തത്തുല്യം രാമനാമ രാമേ. 3 തവണ രാമ എന്ന് ചൊല്ലിയാൽ 1000 രാമനാമം ചൊല്ലിയ അല്ലെങ്കിൽ 1000 നാമം ചൊല്ലിയ ഫലം കിട്ടുന്നതാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. നമ്മുടെ സമ്പ്രദായത്തിൽ എല്ലാത്തിനും പുറകിൽ എന്തോ ഒന്ന് കിടക്കുന്നുണ്ട്.
അത് മനസ്സിലാക്കാൻ ശ്രമിക്കുക. അതിങ്ങനെ മനസ്സിലാക്കിക്കൊണ്ടേ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് വല്ലാത്തൊരു എന്താ പറയുക എക്സ്റ്റാസി, നമുക്ക് വല്ലാത്തൊരു അനുഭൂതി ഉണ്ടാവും. അത് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക. ഞാൻ നിങ്ങളോട് ഈ കഥകൾ കൂടുതലായിട്ട് പറയുന്നത് തന്നെ ഇന്നത്തെ കാലഘട്ടത്തിൽ കുട്ടികളെ ഈ ധർമ്മത്തിലേക്ക് ആകർഷിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആകെ നമ്മുടെ കൈമുതലായിട്ടുള്ളത് നല്ല മനോഹരങ്ങളായിട്ടുള്ള കഥകളാണ്. ഇന്ന് ഞാനിവിടെ ഉള്ളത് പുറത്തങ്ങാടുള്ള അഷ്ടനാഗ പ്രതിഷ്ഠയുള്ള മണികണ്ഠ ക്ഷേത്രത്തിലാണ്. ഈ ക്ഷേത്രത്തിനെ കുറിച്ച് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അഷ്ടനാഗ പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങൾ എന്ന് പറഞ്ഞാൽ കേരളത്തിൽ വളരെ ചുരുക്കമാണ്. അതിലൊന്നാണ് നമ്മുടെ പുറത്തങ്ങാടുള്ള അഷ്ടനാഗ മണികണ്ഠ ക്ഷേത്രം എന്ന് പറയുന്നത്. ഇവിടുത്തെ ചരിത്രം പറയുകയാണെങ്കിൽ ഒരു ഗുരുവായൂർ ക്ഷേത്രത്തിനോട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ചരിത്രമാണ് നമുക്ക് പറയാനുള്ളത്. കാരണം എന്ന് വെച്ചാൽ വർഷങ്ങൾക്ക് മുന്നേ, ഏകദേശം 200 വർഷങ്ങൾക്ക് മുന്നേ ഉബയൂർ ഇല്ലെന്ന് പറഞ്ഞില്ലായിരുന്നു ഈ ഭൂപ്രദേശത്ത്. അവരുടെ മക്കളില്ലാത്തൊരവസ്ഥ വന്നു. ആ ഇല്ലത്തിൽ 2 സ്ത്രീകൾ മാത്രമായി അവശേഷിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായി അന്നത്തെ കാലത്ത്. ആ കാലത്ത് ഈ ക്ഷേത്രഭൂമി അന്യാധീനപ്പെട്ടു പോകാതിരിക്കാൻ അവർ ഗുരുവായൂർ ക്ഷേത്രത്തിന് ഈ ഭൂമി സമർപ്പിക്കുകയാണ് ഉണ്ടായിരുന്നത്. എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ അന്നത്തെ കാലത്ത് ഗുരുവായൂർ ക്ഷേത്രം ഭരിച്ചിരുന്നത് കോഴിക്കോട് സാമൂതിരിയാണ്. അവര് സാമൂതിരിയുടെ മാനേജർമാരും അന്നത്തെ കാലത്ത് ഒരുപാട് പേരാണ് ഈ ക്ഷേത്രങ്ങളും പറമ്പും കാര്യങ്ങളൊക്കെ നോക്കിയിരുന്നത്. ഒരു കാലത്ത് കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ ഗുരുവായൂർ കണ്ണന്റെ ഗോശാലയായിരുന്നു ഈ മണികണ്ഠ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രങ്ങളും സമുച്ചയങ്ങളും കാര്യങ്ങളൊക്കെ. കാരണം ഇന്ന് കാവീട്ടിലോട്ട് മാറ്റി സ്ഥാപിച്ചിട്ടുള്ള ഗോശാല ഉണ്ടായിരുന്നത് ഇവിടെയായിരുന്നു. ഇപ്പോഴും ഗുരുവായൂർ ദേവസ്വം റെക്കോർഡുകളിലും ഗവൺമെന്റ് റെക്കോർഡുകളിലും ഈ സ്ഥലം പറയുന്നത് ദേവസ്വം കളം എന്നാണ്. ഗുരുവായൂർ ക്ഷേത്രത്തിനോട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ എന്തുകൊണ്ടും തീർച്ചയായിട്ടും ഗുരുവായൂരപ്പൻ്റെ ചൈതന്യം എല്ലാം കൂടി ഉൾപ്പെടുന്ന സ്ഥലമാണിത്. ഇവിടുത്തെ കാര്യങ്ങൾ പറയുകയാണെന്ന് വെച്ചെങ്കിൽ ഇപ്പോൾ ഞങ്ങളെ പോലുള്ള കുറച്ച് ചെറുപ്പക്കാരാണ് ഇപ്പോൾ ക്ഷേത്രത്തിന്റെ കാര്യങ്ങളായിട്ട് ചെയ്തു വരുന്നത്. ഗുരുവായൂർ കീഴ്ശാന്തിയായ തേലമ്പറ്റ മനക്കൽ ശ്രീ കേശവൻ നമ്പൂരിയാണ് ഇവിടുത്തെ മുഖ്യതന്ത്രി. അദ്ദേഹത്തിന്റെ മാർഗനിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും അല്ലെങ്കിൽ കാര്യങ്ങളനുസരിച്ചാണ് നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ ക്ഷേത്രത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ക്ഷേത്രം ഇപ്പോൾ പുരോഗതിയുടെ ഒരു പാതയിലാണ്. കാരണം വെച്ചാൽ ഈ ക്ഷേത്രം ഊരാളന്മാരിൽ നിന്ന് 1999 കാലഘട്ടത്തിൽ വിട്ടുകൊടുക്കുമ്പോൾ ഒരു 16 സെന്റ് മാത്രമായിരുന്ന ഭൂമി ഇന്നിപ്പോ അവരുടെ പല കൂട്ടൂർ ഭൂമി തരാനും ഏകദേശം അതുപോലെ തന്നെ അവർ തന്നെ വ്യക്തിഗത ഭൂമി ക്ഷേത്രത്തിലേക്ക് വന്നു ചേരുന്ന ഒരു അവസ്ഥ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ചീരാത്ത് കുടുംബത്തിൽ തന്നെ ഒരു കുടുംബാംഗമായ ലത ചീരാത്ത് കുടുംബാംഗങ്ങളും അവർ 24 സെന്റ് ഭൂമി ക്ഷേത്രത്തിനായിട്ട് നൽകാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ പ്രതിഷ്ഠ എന്ന് പറയുന്നത് അഷ്ടനാഗങ്ങളും രക്തേശ്വരിയും മണികണ്ഠനും ബ്രഹ്മരക്ഷസുമാണ്. അപ്പോൾ ഇവിടുത്തെ അമ്പലത്തിന്റെ ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണം എന്ന് പറയുന്നത് ഈ രക്തേശ്വരിക്കും മണികണ്ഠനും വേറെ അമ്പലം ക്ഷേത്രം പണിയുക എന്നുള്ളതാണ്. അപ്പോൾ ഭരണസമിതി അംഗം ഞാൻ ഉൾപ്പെടുന്ന ഭരണസമിതിക്ക് ഒരു പ്രശ്നം ഉണ്ടായിരുന്നത് സ്ഥലമായിരുന്നു. കാരണം നമുക്ക് ഇവിടെ ക്ഷേത്രം പണിയാനായിട്ട് നമുക്ക് പ്രശ്നം ഉണ്ടായിരുന്നത് ഉള്ള മരങ്ങൾ മുറിച്ച് പണിയേണ്ട ഒരു അവസ്ഥയായിരുന്നു. അപ്പോൾ നമുക്ക് വിഷമമുണ്ടായിരുന്നു. പക്ഷെ എല്ലാം അഷ്ടനാഗ ചൈതന്യം കാരണം നമുക്ക് വന്ന് ചേർന്നുകൊണ്ടിരിക്കുകയാണ്. 24 സെന്റ് സ്ഥലം കിട്ടുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു ക്ഷേത്രം രക്തേശ്വരിക്ക് പണിത് പുനഃപ്രതിഷ്ഠ നടത്തി അവിടേക്ക് മാറ്റി സ്ഥാപിക്കാവുന്നതാണ്. നാഗക്ഷേത്രം ഈ കാണുന്ന സ്ഥലത്ത് തന്നെ അന്നും ഉണ്ടാവും. അമ്പലം അതിന്റെ കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവം എന്ന് പറയുന്നത് പ്രതിഷ്ഠാദനം തന്നെയാണ്. മിഥുന മാസത്തിലെ അശ്വതി നാളിലാണ് നമ്മുടെ പ്രതിഷ്ഠാദനം വരുന്നത്. അതുപോലെ കന്നിയിലായാലും ഇവിടെ പ്രധാനമാണ്. ഇവിടെ ദിവസ പൂജയില്ല. എല്ലാ ഇംഗ്ലീഷ് മാസത്തിലെ 2ാമത്തെ ഞായറാഴ്ചയാണ് ഇവിടെ പൂജയായി കണക്കാക്കുന്നത്. ഒന്നെങ്കിൽ കേശവൻ ഏട്ടൻ അല്ലെങ്കിൽ പുരുഷോത്തമൻ തിരുമേനിയാണ് ഇവിടെ വരാറുള്ളത്. മുത്തു ശാന്തിയുടെ കീഴ്ശാന്തി ഇവരാണ് പൂജ കഴിപ്പിക്കാറുള്ളത്. ഏകദേശം മാസപൂജ നടക്കുമ്പോൾ നമുക്ക് ഏകദേശം 200-ഓളം ഭക്തർ ഇവിടെ തൊഴാനും മറ്റു പ്രാർത്ഥിക്കാനും കാര്യങ്ങളൊക്കെ ആയിട്ട് വരാറുണ്ട്. പിന്നീട് വളരെ വിശേഷപ്പെട്ട മറ്റൊരു ഇവിടുത്തെ ഒരു പ്രധാന വഴിപാടാണ് സർപ്പബലി. അതിവിടെ ഫലസിദ്ധിക്കായിട്ട് പലരും ചീട്ടാക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ രക്തേശ്വരിയുടെ ഒരു പ്രത്യേകത വെച്ചാൽ കല്യാണം കഴിയുന്നവർക്കും ഇവിടെ വന്ന് പ്രാർത്ഥിച്ചാലോ താലി ചാർത്തിയാലോ പെട്ടെന്ന് കല്യാണം കഴിഞ്ഞു പോകാനുള്ളൊരു അനുഗ്രഹമാണ്. അതുപോലെ തന്നെ ഈ അഷ്ടനാഗങ്ങളുടെ ഏറ്റവും വലിയ ചൈതന്യം നേടുന്ന രോഗശാന്തിക്ക് ആണ് ഇവിടുത്തെ അഷ്ടനാഗങ്ങൾ അറിയപ്പെടുന്നത്. അതായത് നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും ത്വക്കുമായി ബന്ധപ്പെട്ട ഒരുപാട് രോഗങ്ങളും കാര്യങ്ങളൊക്കെ.
ഇവിടെ വന്ന് നന്നായി പ്രാർത്ഥിച്ച് ഇവിടുത്തെ മഞ്ഞള് പ്രസാദമായി കിട്ടുന്ന മഞ്ഞള് ദേഹത്ത് പരട്ടുകയാണെങ്കിൽ പലർക്കും അതിന്റെ രോഗങ്ങൾ മാറിയിട്ടുള്ള ചരിത്രങ്ങളുണ്ട്. ഇപ്പോൾ ഹിന്ദുമതത്തിൽ അല്ലാതെ തന്നെ അന്യമതത്തിൽപ്പെട്ട ആൾക്കാർക്ക് പോലും അതിന്റെ ചൈതന്യം ഉണ്ടായിട്ടുണ്ട്. പലരുടെ പേരെടുത്ത് പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. പിന്നെ ഞങ്ങളുടെ ഇനിയുള്ള ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ ഈ ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണമാണ്. രക്തശ്ശേരിക്ക് അമ്പലം, മണികണ്ഠന് ഒരു അമ്പലം, അതുപോലെ തന്നെ അഷ്ടനാഗങ്ങളുടെ അമ്പലം പുനരുദ്ധരിക്കലാണ്. അപ്പൊ അതിന് അകമഴിഞ്ഞ സഹായങ്ങൾ ഞങ്ങൾ എല്ലാവരോടും അഭ്യർത്ഥിക്കുകയാണ്, അപേക്ഷിക്കുകയാണ്. കാരണം വെച്ചാൽ ഞങ്ങൾ ഇവിടെ ക്ഷേത്രം ഉണ്ടാക്കാൻ പോകുന്നത് കേവലം ഒരു കോൺക്രീറ്റ് നിർമ്മിതികളല്ല. ക്ഷേത്രം എന്ന് പറഞ്ഞാൽ കേരള പാരമ്പര്യത്തോടും നമ്മുടെ പ്രകൃതിയോട് ഇണങ്ങിക്കൊണ്ടുള്ള ക്ഷേത്രമാണ് ഇവിടെ നിർമ്മിച്ച് ഉദ്ദേശിക്കുന്നത്. മാക്സിമം നമ്മൾ കോൺക്രീറ്റ് അല്ലെങ്കിൽ സിമെന്റ് കാര്യങ്ങൾ ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു ക്ഷേത്രമാണ് ഞങ്ങളുടെ ഭാവി ഞങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിന് വേണ്ട എല്ലാ സഹായങ്ങളും സാമ്പത്തികമായിട്ടും സഹകരണങ്ങൾ കൊണ്ട് ഞങ്ങൾക്ക് ഉണ്ടാവണം. ഞങ്ങളുടെ അക്കൗണ്ട് നമ്പർ ഡീറ്റെയിലും ഞങ്ങൾ കൊടുക്കാം, അതിലോട്ട് അയച്ചാൽ മതി. പഞ്ചാബ് നാഷണൽ ബാങ്കിലാണ് ഞങ്ങളുടെ അക്കൗണ്ട് വരുന്നത്. പിന്നെ ഞങ്ങളുടെ ക്ഷേത്രം എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയുന്നതാണ്, ഗുരുവായൂർ അടുത്താണ്. ഗുരുവായൂരിന് ഏകദേശം ഒരു 4-4.5 കിലോമീറ്റർ മാറി ഞങ്ങളുടെ ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരാവുന്നതാണ്. ഗുരുവായൂർ നിന്ന് ആനയ്ക്കൽ വഴി കുന്നോളം പോകുന്ന ബസ്സിൽ കയറിയാൽ ട്രാൻസ്ഫോമർ എന്ന് പറയുന്ന സ്റ്റോപ്പ് ഉണ്ട്. അവിടുന്ന് കിഴക്കോട്ട് മാറി ഒരു ഏകദേശം 250 മീറ്ററോളം സഞ്ചരിക്കാൻ നമ്മുടെ ക്ഷേത്രത്തിൽ എത്താവുന്നതാണ്. ഗൂഗിൾ മാപ്പിൽ നമ്മുടെ ക്ഷേത്രത്തിന്റെ ലൊക്കേഷൻ ഉണ്ട്, നിങ്ങൾക്ക് അത് അറിഞ്ഞിട്ട് വരാവുന്നതാണ്. നമുക്ക് വെബ്സൈറ്റ് ഉണ്ട്, ashtanaga.temple.org വെബ്സൈറ്റ് നെയിം വരുന്നത്. അതുപോലെ സോഷ്യൽ മീഡിയ പലതിലും നമ്മുടെ അക്കൗണ്ട് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അതുവഴി ഫോളോ ചെയ്യാവുന്നതാണ്. നന്ദി, നമസ്കാരം.